ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇങ്ങനൊരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചക്കലത്തെ ചോറ് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. വേറെ ഒരു കറിയും വേണ്ട കേട്ടോ നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വെച്ചിട്ട് കൈ കൊണ്ടൊക്കെ ഞെരടിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയാണ്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത് നോക്കിയാലോ, എങ്ങനെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2-3 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് ചെറുതായിട്ട് വീർത്ത് വരുന്ന സമയത്ത് അത് മാറ്റിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് അതും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ അതും ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് കണ്ടില്ല, ഒരു ഗോൾഡൻ കളറായാൽ അത് നമുക്ക് മാറ്റിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി മുറിച്ച തക്കാളി ഞാനിപ്പോൾ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിന് കമഴ്ത്തി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തക്കാളി വേവിച്ചെടുക്കാം. തക്കാളിയുടെ ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ തോലൊക്കെ മേലെന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ആ തക്കാളിയുടെ തോലൊക്കെ മാറ്റിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ട് ഞെരടി എടുക്കുക. തക്കാളിയും ഉണക്കമുളകും സവോളയും പിന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂട്ടിയിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഞെരടി എടുക്കണ്ട. നിങ്ങൾക്ക് കല്ല് വെച്ചിട്ട് കുത്തിയെടുക്കാം, പക്ഷേ കൈ കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം വെച്ചിട്ട് നന്നായിട്ട് ഞെരടി എടുത്തിട്ടുണ്ട്, കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് നല്ല വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് ഇനി നല്ല വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല ഫ്രഷ് കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം ഉണ്ടായാൽ മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം. നമുക്ക് നല്ല ചോറ് എടുക്കാം. കണ്ടില്ലേ, ഞാൻ ചോറൊക്കെ എടുത്ത് കുറച്ച് ചമ്മന്തിയും കൂടെ കൂട്ടിയിട്ട് കഴിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത്, അത്രയും ടേസ്റ്റുള്ള നല്ല അടിപൊളി സൂപ്പർ ചമ്മന്തിയായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ചമ്മന്തിയുടെ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കില്ലേ. ഇനി നിങ്ങൾക്ക് നല്ല ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്